കർമാന്യ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറയുന്ന ഒരു വിവരമാണ്. നമ്മുടെ ഒരു സംഘപ്രവർത്തകൻ, അവനെ പോപ്പുലർ ഫ്രണ്ട് SDPക്കാർ ഒരു കള്ളക്കേസിൽ കുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഒരു UPI ട്രാൻസാക്ഷൻ വേണ്ടി ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ടും Paytm അല്ലെങ്കിൽ മറ്റ് UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള 2 നമ്പറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിവിടെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സംഘപ്രവർത്തകന് അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് പറയുകയാണ്, ആവർത്തന വിരസതയായിട്ട് ആരും തോന്നരുത്. അത്രയും വലിയൊരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ടാണ്. ഇന്ന് ഫീൽഡിൽ ഒരുപാട് കറങ്ങി കുറച്ച് കാശൊക്കെ കിട്ടി, പക്ഷെ വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പെരുവെള്ളത്തിലേക്ക് പറ്റുന്ന എല്ലാവരും പല തുള്ളികളായിട്ട് സഹായിക്കണമെന്ന് വീണ്ടും പറയണം. ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, എന്താണ് വിഷയം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. നമസ്കാരം. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ, രവീന്ദ്രനാഥ ടാഗോറിന്റെ, സാക്ഷാൽ സുഭാഷ് ചന്ദ്രബോസിന്റെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ, സ്വാമി വിവേകാനന്ദന്റെ ബംഗാൾ, സുവർണ ബംഗാൾ, ആ ബംഗാൾ വിഭജിക്കപ്പെട്ടു. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം ഇന്നത് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു. ഇപ്പോഴും അതേ സ്വഭാവം കാണിക്കുന്ന ബംഗ്ലാദേശ്, ആ ബംഗ്ലാദേശ് കത്തുകയാണ്. അവിടെയുള്ള ഹിന്ദു ന്യൂനപക്ഷ ജനവിഭാഗത്തിന് നേരെ വലിയ തോതിലുള്ള അക്രമങ്ങളും കൂട്ടക്കൊലകളും അവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അനുദിനം വർദ്ധിക്കുകയാണ്. കൂട്ടായൊന്ന് പ്രതിരോധിക്കാൻ പോലും അവർക്ക് സാധിക്കാത്ത വിധം അവിടുത്തെ ഗവൺമെന്റ് അവിടെ അടിച്ചമർത്തുകയാണ്. അവരുടെ അവരുടെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഹിന്ദു സാധു സന്യാസിമാരെ അറസ്റ്റ് ചെയ്യുകയാണ് അവിടുത്തെ സർക്കാർ, ഇടക്കാല സർക്കാർ. പക്ഷെ എന്നെ അതിലേറെ സങ്കടപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ലോകത്തിന്റെ ഏത് ഭാഗത്തും ഒരു അക്രമം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു വംശീയ സംഘർഷം, വർഗീയ സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിഷേധിക്കുന്ന കുറച്ച് അധികം ആളുകൾ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട്. അതിലൊന്നാണ് യൂത്ത് കോൺഗ്രസ് എന്ന വിഭാഗം. നമുക്കറിയാം, ഈ കേരളത്തിന്റെ തെരുവുകളിൽ ഒരു പശുക്കിടാവിനെ, പാലിന്റെ മണം വിട്ടുമാറാത്ത ഒരു പശുക്കിടാവിനെ അറുത്തുകൊണ്ട് പ്രതിഷേധമെന്ന പേരിൽ ഒരു ലജ്ജാകരമായ കാഴ്ച കേരളത്തിന് സമ്മാനിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കോൺഗ്രസോ അവരുടെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസോ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആമസോണിൽ തീ കത്തിയപ്പോ തേഞ്ഞിപ്പലം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ DYFI നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആഴ്ചകളോളം, മാസങ്ങളോളം സേവ് ഗാസ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവുകളിൽ ഗുജറാത്ത് ഗർഭിണി ശൂലം ഭ്രൂണം എന്ന് പറഞ്ഞുകൊണ്ട് സേവ് ഗാസ എന്നുള്ള വേദികൾ ഒരുക്കിക്കൊണ്ടും ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച നുണകള് ഈ കേരളത്തിന്റെ തെരുവുകളിൽ മനുഷ്യ മനസ്സുകളെ അകറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ച DYFIയെ ഈ പാവങ്ങൾക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി പ്രതിഷേധിക്കാനോ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്രയോ സംഘടനകൾ, CITU, CPM, അവരുടെ വർഗ ബഹുജന സംഘടനകൾ ഏതെങ്കിലും ഒന്ന് ഈ നരഹത്യക്കെതിരെ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് അധികാരത്തിലേക്ക് എത്താം എന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തുകയാണ് ഇവര്. എങ്ങനെയാണ് ഈ ബംഗാൾ ഇങ്ങനെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 1971 പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക്, അവരുടെ അവകാശികൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം ഏർപ്പെടുത്തി ഒരു ഹർജിയുടെ ഭാഗമായി ഹൈക്കോടതി ഒരു ഉത്തരവിലൂടെ
ബംഗ്ലാദേശിലെ ഒരു ഹൈക്കോടതി. അതിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ എന്ന രീതിയിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. സുപ്രീം കോടതി അത് റദ്ദ് ചെയ്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾ അനുദിനം വർദ്ധിച്ചു വന്നു. സർക്കാർ ഒരു ആവശ്യം അംഗീകരിക്കുമ്പോൾ മറ്റൊരു ആവശ്യം എന്ന രീതിയിൽ അവർ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത്തരം ആ രാജ്യത്തിന്റെ ഭരണകൂട വിരുദ്ധ സമരത്തിലേക്ക് അവർ എത്തിച്ചതെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെയൊക്കെ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, നമ്മളുടെ മീഡിയ വണ്ണിലൊക്കെ അടുപ്പ് കൂട്ടി അവരുടെ മുതലാളിമാരായിട്ടുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അവര് ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് ആ ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ മറ്റുള്ളവരുടെ എതിരാളികളുടെ രക്തം ചിന്തുന്നതിൽ മത്സരിച്ച പാകിസ്ഥാൻ പട്ടാളത്തോടൊപ്പം മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു വിദ്യാർത്ഥി വിഭാഗം ഉണ്ടായിരുന്നു, ഛത്ര ശിബിർ എന്ന പേരിൽ. കാലം മാറി, ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സ്വഭാവം മാറി. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബംഗ്ലാദേശ് രൂപീകരിക്കാൻ ഇന്ത്യ സഹായിച്ചു. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഏകദേശം ഒരു മതേതര സ്വഭാവത്തിലേക്ക് ബംഗ്ലാദേശ് തിരിച്ചു വന്നു. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു. പക്ഷെ അവരപ്പോഴും ഒരു സ്ലീപ്പിംഗ് സെല്ലായി ആ ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ ഒക്കെ അവര് സ്ലീപ്പിംഗ് സെല്ലായി പ്രവർത്തിച്ചു വന്നു. 1975 മുജീബ് റഹ്മാൻ കൊല്ലപ്പെട്ടു. ആ കുടുംബം ക്രൂരമായി കൊല്ലപ്പെട്ടു. ഷെയ്ഖ് ഹസീന മാത്രമാണ് രക്ഷപ്പെട്ടത്. പിന്നീട് ഷെയ്ഖ് ഹസീന കാലങ്ങൾക്ക് ശേഷം തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വന്നു. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി. അവർ കൃത്യമായിട്ട് ആ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ആ രാഷ്ട്രത്തിനൊപ്പം നിന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ഹിന്ദു വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. അതിനെതിരെയും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇവിടെ ഈ കേരളത്തിന്റെ മണ്ണിൽ സോളിഡാരിറ്റി പറയുന്ന, അല്ലെങ്കിൽ വലിയ മാനവികത പറയുന്ന, അല്ലെങ്കിൽ ഈ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൊടുത്ത് ഇവിടത്തെ സാംസ്കാരിക നായകളെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് പിൻവലിക്കുകയാണ്. സാംസ്കാരിക നായകരെ ഒക്കെ വിലക്കെടുത്തുകൊണ്ട്, അവരുടെ നാവ് വിലക്കെടുത്തുകൊണ്ട് ആ ഇസ്ലാമിന് നോവുമ്പോൾ മാത്രം ആ മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിപ്പിക്കാൻ അവരെ അങ്ങനെ മോൾഡ് ചെയ്തെടുത്ത ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇത്തരം കലാപങ്ങൾക്ക് ഇന്നും പുറകിൽ. ആ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് 30% വിമോചന സമരകാലത്തെ ഭടന്മാരുടെ ബന്ധുക്കൾക്ക് സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ സമരം തുടങ്ങി. പിന്നീട് 56% മൊത്തം സംവരണം മാറ്റി 10% ആക്കണമെന്ന ഇതിലേക്കുള്ള ആവശ്യം ഉന്നയിച്ചു. അവര് അതും ഗവൺമെന്റ് അനുവദിച്ചു. അതിലും തയ്യാറാകാതെ ഗവൺമെന്റിനെതിരെ ആ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്ന തരത്തിൽ അവരുടെ സമരം എത്തിപ്പെട്ടു. ആ സമരം കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഒരു ഹിന്ദു വിരുദ്ധ കലാപം. നമ്മൾ ഓർക്കേണ്ടത്, ആദ്യം ആ സമരം തുടങ്ങുമ്പോൾ, വിദ്യാർത്ഥി സമരം തുടങ്ങുമ്പോൾ മതഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികളെയും അതിൽ ഇവര് അണിചേർത്തിരുന്നു. എല്ലാവരും അതിൽ അണിചേർന്നിരുന്നു. പക്ഷെ പിന്നീട് അത് തന്ത്രപൂർവം ഒരു ഹിന്ദു വിരുദ്ധ കലാപമാക്കി മാറ്റിയവർ. പക്ഷെ ആ ഹിന്ദു വിരുദ്ധ കലാപമാക്കി മാറ്റി അവിടെ തീർച്ചയായും കാലം മാറിയിട്ടുണ്ട്. ഹിന്ദുവിന്റെ സ്വഭാവത്തിലും കുറച്ച് ആത്മവിശ്വാസം, ആത്മവീര്യം കലർന്നു വന്നിട്ടുണ്ട്. അവർ പ്രതിരോധിക്കാൻ തുടങ്ങി, തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ഗവൺമെന്റും ഇസ്ലാമിക അക്രമകാരികളെ സഹായിക്കുവാൻ തുടങ്ങി. ആ സഹായത്തിന്റെ ഫലമായിട്ടാണ് ഇസ്കോൺ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സംഘടന, നമ്മുടെ വിശ്വാസ സംഘടന ഇസ്കോൺ, ആ ഇസ്കോണിന്റെ ആചാര്യന്മാരെ, നമ്മുടെ സന്യാസിമാരെ അറസ്റ്റ് ചെയ്തു. എല്ലാ തരത്തിലും പട്ടാളവും അവിടുത്തെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പും ചേർന്നുകൊണ്ട് അവിടുത്തെ ഹിന്ദു വിഭാഗങ്ങൾ അടിച്ചമർത്തുകയാണ്. പ്രതിഷേധിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പുറത്ത് കടലും ഇപ്പുറത്ത് ചെകുത്താനും എന്ന പോലെ ബംഗ്ലാദേശ് ആർമിയും ബംഗ്ലാദേശ് നിയമപാലകരും അവിടുത്തെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളും അവിടുത്തെ മൈനോറിറ്റി ഹിന്ദു ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആക്രമിക്കുകയാണ്.
പക്ഷെ അതിനെതിരെ പ്രതികരിക്കുവാൻ ഈ ഭാരതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ തയ്യാറല്ല. കാരണം ഇവിടുത്തെ ഈ വോട്ട് ബാങ്കിനെ അവർക്ക് ഭയമാണ്. ഇത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് വിളിച്ചു പറയാൻ, മനുഷ്യർക്കൊപ്പം നിൽക്കാൻ, പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കാൻ, അവർക്ക് ജീവിക്കാൻ അർഹതയുണ്ടെന്ന് പറയാൻ അവന്റെ മതം നോക്കി മാത്രം പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്തിയിട്ടുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, പണ്ട് പഴശ്ശി രാജാവ് തന്നെ ഒറ്റുകൊടുത്ത കണാരൻ മേനോനോട് തനിക്ക് വെടിയേറ്റ് വീണ് കിടക്കുമ്പോൾ തമ്പുരാനെ എന്ന് പറഞ്ഞ് ഓടി തന്റെ അടുത്തെത്തി തന്നെ സ്പർശിക്കാൻ ശ്രമിച്ച കണാരൻ മേനോനോട് പഴശ്ശി രാജാവ് പറഞ്ഞ ഒരു വാക്യമുണ്ട്, മാറി നിൽക്കും മ്ലേച്ഛ തൊട്ടശുദ്ധമാക്കാതെ എന്ന് പഴശ്ശി രാജാവ് കണാരൻ മേനോനോട് പറഞ്ഞ അതേ വാക്യം ഈ കമ്മ്യൂണിസ്റ്റുകാരോട്, ഈ കോൺഗ്രസുകാരോട് നമുക്ക് പറയേണ്ടതുണ്ട്. മാറി നിൽക്കും മ്ലേച്ഛ തൊട്ടശുദ്ധമാക്കാതെ എന്ന്. നമ്മുടെ പ്രതിഷേധം അത് ഇവർക്കെതിരെ കൂടിയാകണം, ഈ വിവേചനത്തിനെതിരെ കൂടിയാകണം എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.